ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏട്ടക്കുരിയുടെ തലയാണ് മീൻകറി വെക്കാൻ പോണത്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് തലയാണ്, ഏട്ടക്കുരിയുടെ തലയാണ്. അപ്പോൾ അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. നമ്മളിപ്പോൾ തേങ്ങ അരച്ച മീൻകറിയാണ് വെക്കാൻ പോണത്. അതിന് വേണ്ടി തേങ്ങ വേണം, ഉള്ളി വേണം, വെളിച്ചെണ്ണ, പച്ചമുളക് ചൂടാക്കിയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് അതിലോട്ട് ഇടുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കരിഞ്ഞു പോകാതെ നോക്കണം. ഏകദേശം തേങ്ങ ആവാറായിട്ടുണ്ട്. സൈഡൊന്നും കരിയാതെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് തിളപ്പിച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് തേങ്ങയിലോട്ട് പൊടികൾ ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉപ്പ്, അത് അതിലോട്ട് ആഡ് ചെയ്യുക. നമ്മുടെ കുടംപുളി ഇട്ട വെള്ളം നല്ലോണം. അങ്ങനെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് വേണം അടിക്കാനിട്ടാ. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പ് നേരത്തെ പുളിയുടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ അരപ്പ് അതിലോട്ട് സാവധാനം ഒഴിച്ചു കൊടുക്കുക. ജാറിലുള്ള എല്ലാ അരപ്പും വടിച്ച് അതിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നല്ലോണം തിള പൊട്ടി വരുന്നുണ്ട്. അങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ടത് ഇളക്കി. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് മീൻ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. കറി നന്നായി തിളച്ചു. അതുപോലെ തന്നെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. അതെന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഉള്ളി, അതുപോലെ തന്നെ ചുവന്ന മുളക്, പെരുംജീരകം, പിന്നെ വേപ്പില. അപ്പോൾ അത് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണയല്ല വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ കാച്ചാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി മൂത്ത് വരണം കേട്ടോ. എന്നിട്ടാണ് കറിയിൽ ഒഴിക്കാൻ പാടുള്ളത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കറിക്ക്. നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ മാത്രമല്ല ടേസ്റ്റും അപാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.